ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നെന്താണ് ശരിക്ക് കേൾക്കണം. ഇവിടെ കള്ള ഹദീസ് മൂപ്പര് പറയുന്നില്ല അല്ലേ? പറഞ്ഞില്ല. മൂപ്പര് പറയും ഇങ്ങനെ ഒരു ഹദീത്ത് വന്നിട്ടുണ്ട്. ആ ഹദീത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദുആ അല്ല. ആ വിളിയിലുള്ളത് എന്തല്ല, യാ ഇബാദല്ലാ എന്ന് ജിന്നാകട്ടെ മലക്കാകട്ടെ എന്ന് അബ്ദുറഹ്മാന്റെ ചോദ്യം. സഹായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് വിളിച്ചാൽ അത് ദുആ അല്ല. യാ ഇബാദല്ലാ എന്നതൊരു വിളിയായിട്ട് ഉള്ളൂ. ഒരു ദുആ ആയിട്ട് അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയുമില്ല, പഠിപ്പിക്കുന്നു വിശ്വസിക്കാനും പറ്റൂല. അതുകൊണ്ട് ദുആ ആണോ ശിർക്കാണ്. അതാരോടാണെങ്കിലും ശിർക്കാണ്. മരിച്ചവരോടാകട്ടെ, ജീവിച്ചവരോടാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, ആരോടാണെങ്കിലും ദുആ ആണെങ്കിൽ ശിർക്കാണ്. ഇനി രണ്ടാമത്തേത് ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. കണ്ടോ? ഇപ്പൊ മണ്ടിയേരിയോ എന്ന് വിളിക്കണത് പോലെയാണ്. മണ്ടിയേരിയോ എന്ന് വിളിക്കണതിന്റെ ഹുക്കം എന്താ? ജായിസാണ്, വിളിക്കാം. അപ്പൊ യാ ഇബാദല്ലാന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അബ്ദുറഹ്മാന്റെ ചോദ്യം എന്താ? മലക്കാകട്ടെ ജിന്നാകട്ടെ അങ്ങനെ വിളിച്ചാൽ ശിർക്കുണ്ടോന്നാ. മൂപ്പര് പറയണത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങള്. മണ്ടിയേരിയോ എന്ന് പറയുന്നത് പോലെയാണ്. ഹദീസിന്റെ ന്യൂനത പറഞ്ഞിട്ടുണ്ട്. എന്നാ കള്ള ഹദീസ് എന്ന് പറഞ്ഞില്ല. ഇത് നേർക്ക് നേരെടുത്താൽ തന്നെ എത്രയേ ഉള്ളൂ? ഒരു വിളിച്ചു പ്രാർത്ഥന അതിലില്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല, ശിർക്കിലേക്കുള്ള മാർഗം പോലും അല്ല. ഇനി കേട്ടോളൂ. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവര് തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. അപ്പൊ ജിന്നുകൾ മാത്രമെന്ന് പറയാൻ പറ്റൂല, ജിന്നുകൾ അവിടെ മാത്രമേ ഉള്ളൂ എന്നും പറയാൻ പറ്റൂല. അപ്പൊ എവിടുന്നും വിളിക്കാം. വിജനസ്ഥലം തന്നെ ആയിക്കൊള്ളുന്നില്ല, എവിടുന്നും വിളിക്കാം. അത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്തു പറയുകയാണ്. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? അത് പ്രാർത്ഥന ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ പുറത്താക്കുന്നു. അതപ്പോഴത്തെ വിഷയം. ഇതാണ് ഉൾപ്പെടാത്ത വിഷയം. പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് പ്രാർത്ഥന ആണ് എന്ന് പറയണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ തീരുമാനം.
അതാണ് സംഘടനയിൽ പുതിയ പ്രസിഡന്റായുള്ള ഓരോ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിശദീകരിക്കണത്. ഇനി കേട്ടോളൂ, നിങ്ങൾ ആ റിപ്പോർട്ടിൽ ജിന്ന് പെടുവോ മലക്ക് പെടുവോ? ആരാ പറഞ്ഞത് ജിന്ന് പെടും മലക്ക് പെടുന്ന്? ചോദ്യം തന്നെ അതാ. അതെല്ലാം മറന്നുപോയി അനസ് മൗലവിക്ക്. എന്നാ സുഹൃത്തുക്കളെ, ജിന്ന് മലക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കേട്ടോളൂ. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവര് മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. ഇവിടെ അനസ് മൗലവി നിർത്തി ബയാൻ ചെയ്തു. ഞാൻ നിർത്തി മഞ്ചേരി ബയാൻ ചെയ്തിട്ട് TP പറഞ്ഞു സംസാരിക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് സ്റ്റോപ്പ് ആക്കിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാ ഇവരോട് ഫുള്ളായിട്ടിട്ടോ അവർക്കും ഇപ്പൊ ബയാൻ ചെയ്യേണ്ടി വന്നു. പറയണെന്താണ്, മനുഷ്യരെയാണ് സലഫി ഉദ്ദേശിച്ചത്. എന്നാ പച്ചക്കങ്ങ് പറഞ്ഞാ പോരെ. ഇങ്ങനെ വളച്ച് കെട്ടി തിരിച്ച് മറിച്ച് പറയണോ? മലക്കാണെന്നും റിപ്പോർട്ടിലുണ്ട്, ജിന്നാണെന്നും റിപ്പോർട്ടിലുണ്ട്, ജിന്ന് മാത്രമാണെന്നും റിപ്പോർട്ടുണ്ട്. അപ്പൊ ഞാൻ മഞ്ചേരി ചെയ്ത റിപ്പോർട്ട് ഇവിടെ ഉപരി പറയാ ഷൗക്കാനി പറഞ്ഞ വിശദീകരണത്തിലുണ്ട്. തരിക്കുനി പറഞ്ഞ ഷൗക്കാനിന്റെ റിപ്പോർട്ടാണ്. ഷൗക്കാനി എങ്ങനെ റിപ്പോർട്ട് ചെയ്യണ മുഹദ്ദിത്താ? ഷൗക്കാനി ഇവിടെ ഹിജ്റ ആയത്തിന് ശേഷം ജീവിച്ച ആളാ. എന്തായി പറയണത്? ഷൗക്കാനിന്റെ റിവായത്ത് പറഞ്ഞാൽ തന്നെ എന്താ അറിയില്ലേ? ഒരു ഹദീദ് ഗ്രന്ഥം എഴുതുന്ന പണ്ഡിതൻ താൻ മുതൽ റസൂലുള്ള വരെ എത്തുന്ന സനദ് സഹിതം ഉദ്ധരിക്കുന്ന ആള്. അങ്ങനത്തെ ആളാ ഷൗക്കാനി തന്നെ. അപ്പൊ എന്തോ ഒരു പോയത്തം പറഞ്ഞതാ, അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം സമ്മതിക്കാൻ ഈഗോ സമ്മതിക്കൂലല്ലോ. അപ്പൊ പറ ഷൗക്കാനി ഇവിടെ അനസ് മൗലവി വ്യാഖ്യാനം ചേർത്ത് ഷൗക്കാനിന്റെ വിശദീകരണത്തിന്റെ ഇടയിലുണ്ട് ഒറ്റച്ചാട്ടം. ഉദ്ധരണിയിലുണ്ടായിട്ട് കാര്യമല്ല. ഏത് റിപ്പോർട്ട് റിവായത്ത് ഏതാന്ന് ഞാൻ ചോദിച്ചത്. റിവായത്ത് ഹദീദിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കണം. ഷൗക്കാനി അങ്ങനെ ഹദീദ് ഗ്രന്ഥം എഴുതിയ ആളല്ല, വളരെ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതനാണ്. അപ്പൊ വാസ്തവത്തിൽ മനുഷ്യരാണ് സലഫി ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ബയാൻ ചെയ്ത് കൊടുക്കല്ലാതെ അങ്ങനെ വ്യക്തമായിട്ട് കേൾക്കില്ല. അങ്ങനെ ദീനീ സംസാരങ്ങൾ പാടില്ല. ദീനീ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ക്ലിയർ കട്ടായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിക്കണം. ഒരു വട്ടം പറഞ്ഞ് മനസ്സിലായി 2 വട്ടം 3 വട്ടം പറയണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ മര്യാദയായി പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ജിന്ന് പെടും മലക്ക് പെടും. പിന്നെ അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചും വിളിക്കാമെന്നതിൽ പക്ഷാന്തരമില്ല. ഏതാണ് ഈ അറിയാത്ത മനുഷ്യര്? അപ്പൊ ഞാൻ പറഞ്ഞു വിജനപ്രദേശല്ലേ. അതിനു മുമ്പ് ഹദീസ് ഉദ്ധരിച്ചു, അത് കുട്ടികൾ പിടിച്ച്. ഫലാത്ത് എന്ന് പറഞ്ഞാൽ വിജനപ്രദേശം എന്നാ, മരുഭൂമി എന്നർത്ഥം. സഹറാ മരുഭൂമിയാണ്. പിന്നെ വിജനമായ സ്ഥലം എന്ന് പറയുന്ന ഹദീസിൽ തന്നെയുണ്ട്. ലൈസ ബിഹാ അനീസുൻ, അവിടെ ഒരു മനുഷ്യനുമില്ല. ബി അർലിൻ ലൈസ ബിഹാ അനീസുൻ. പിന്നുള്ളതോ ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത അടിമകൾ. അതാരാ? ഒന്നുകിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന്. നമ്മുടെ കണ്ണുകൊണ്ട് സാധാരണ നിരക്ക് കാണാത്ത അടിമകൾ. അപ്പൊ വിജനപ്രദേശം എന്ന് പറഞ്ഞിട്ട് വേറെ ഹദീസ് ഉദ്ധരിച്ചിട്ട് സ്ഥാപിക്കാൻ നോക്കി. വിജനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരെ ആളില്ലാത്തൊന്നല്ല, പൊതുവെ മനുഷ്യൻ താമസിക്കാത്ത സ്ഥലം എന്നേ അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു മരുഭൂമിയിൽ വെച്ച് നിന്റെ സ്വത്ത് അപഹരിക്കാൻ വന്നാൽ നീ ആദ്യം അള്ളാഹുവിനെ കുറിച്ച് അവൻ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരാളെ സഹായത്തിന് വിളിക്കണം എന്ന ഹദീസ്. അപ്പൊ തന്നെ വിജനല്ല എന്ന് വന്നില്ലേ? വേറൊരാൾ വന്ന് അടുത്ത ആള് വന്ന് ഈ KV അബ്ദുൽ ലത്തീഫ് മൗലവി ഇപ്പൊ കോഴിക്കോട്ടെ ഈ കോക്കസിന്റെ വിശദീകരണത്തിൽ പറയാ, ബദർ യുദ്ധത്തിന് പോകുമ്പോ മരുഭൂമിയല്ലേ, വിജനല്ലേ, എന്നിട്ട് റസൂൽ ജിന്നിനെ വിളിച്ചോ. 313 ആളും നബിയും 1000-ഓളം ഖുറൈശികൾ അപ്പുറത്തും, പിന്നെ വിജനാവോ? അപ്പൊ എന്താ പറയണില്ല, നമ്മളിന്ന് എതിർക്കണം, എന്നിട്ട് സീറ്റ് വാങ്ങണം, അത്രേ ഉള്ളൂ. മരുഭൂമിയല്ലേ, വിജനല്ലേ, എന്നിട്ട് റസൂൽ ബദറിലെ ജിന്നിനെ വിളിച്ചോ. അപ്പൊ നമ്മളൊക്കെ റസൂല് ജിന്നിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അതിൽ പ്രചരിപ്പിക്കാം. ഇനി സുഹൃത്തുക്കളെ, അതിന്റെ ബാക്കി അദ്ദേഹം പറയാണ് അല്ലിസ്ലാഹിൽ വന്നതിനെ പറ്റി.
കേട്ടോ. അൽ-ഇസ്ലാഹും യാ ഇബാദുള്ളയും തമ്മിൽ ബന്ധമില്ല എന്നാണ് അനീഫും മനസ്സോടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ യാ ഇബാദുള്ളയെ പറ്റി ചോദിച്ചപ്പോ അൽ-ഇസ്ലാഹിന് അദ്ദേഹം ഉൾപ്പെടുത്തി മറുപടി പറയാണ്. എന്താ സലഫി പറയേണ്ടത്? അബ്ദുറഹ്മാനെ അൽ-ഇസ്ലാഹിൽ പറഞ്ഞതും യാ ഇബാദുള്ളയ്ക്ക് ബന്ധമല്ല, അത് ഇവിടെ ചോദിക്കണ്ടെന്നല്ല. അൽ-ഇസ്ലാഹിനെ യാ ഇബാദുള്ള ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സലഫി മറുപടി കൊടുക്കുന്നു. കേട്ടോളൂ. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ-ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ-ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ-ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ-ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ-ഇസ്ലാഹിലുണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. ലേഖകൻ തന്നെ തിരുത്തിന്നാണ്, തിരുത്തിയിട്ടില്ല. പിന്നെയോ അബ്ദുൽ ജബ്ബാർ പോളി ഇന്ന് വരെയും തിരുത്തിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയെന്നാണ് ഇപ്പൊ ഈ കോക്കസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത്. മൂപ്പര് 2009 പറയാണ് ലേഖകൻ തന്നെ തിരുത്തി. ഏതാ വിശ്വസിക്കേണ്ടത്? ഏത് സമാചാരമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? നേരത്തെ പറഞ്ഞതോ ഇപ്പൊ പറഞ്ഞതോ? അപ്പൊ സുഹൃത്തുക്കളെ, അദ്ദേഹം തിരുത്തിയിട്ടില്ല, വിശദീകരിച്ചതാണെന്ന് അനസ് മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദീസിനെ പറ്റി ചോദിച്ചപ്പോ ജബ്ബാർ മൗലവിയെ കൂട്ടി ഉത്തരം പറഞ്ഞു. ഹദീസും ജബ്ബാർ മൗലവിയും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് തന്നെയാണത്. പിന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, ക്ലിപ്പ് കാണിച്ചില്ലേ, ഞാൻ ആ ഹദീസ് പറഞ്ഞിട്ടില്ല. അത് ആളുകൾ ചോദിക്കാ, നിങ്ങൾ എന്തിനാ ദുർബല ഹദീസും വെച്ച് നടക്കണേ, ദുർബല ഹദീസായിട്ട് നടക്കണേ? അപ്പൊ അദ്ദേഹം കൊടുത്താണ്, ഞാൻ ആ ദുർബല ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഇനി മൂപ്പര് ഹാജറ സംഭവം വിശദീകരിക്കാണ്. ഹാജറ സംഭവം യാ ഇബാദത്തും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ അനസ് മൗലവി പറഞ്ഞു, ഖിയാസ് ആക്കുമ്പോ മഖീസും മഖീസും അലൈഹിം തമ്മിൽ ഇല്ലത്തിലൊക്കെ ഉണ്ട്. ഖിയാസ് ആക്കപ്പെടുന്നതും ഖിയാസ് ആക്കപ്പെടുന്ന ഏതെന്നിനോട് ഖിയാസ് ആക്കുന്ന അതും തമ്മിൽ പൊതുവായുള്ള ഒരു കാരണം വേണ്ടേ? ഉണ്ട്, രണ്ടിലും കാരണമുണ്ട്. കാണാത്ത അടിമകൾ, മലക്കും ജിന്നും നമ്മളെ സംബന്ധിച്ചതും രണ്ടും നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല, അവരിങ്ങോട്ട് കാണുന്നുണ്ട്. ആ നിലക്ക് യാ ഇബാദുള്ളയെ പറ്റി ചോദിച്ചപ്പോ ഹാജറാബി സംഭവം പറഞ്ഞുകൊണ്ട് സലഫി വിശദീകരിക്കാണ്. ശ്രദ്ധിച്ചോളൂ. ഇനി ഒന്നുകൂടി ഞാൻ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിസ് അഗിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് ഇന്നൊന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ് എന്ന്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ? ആഗിസ്. അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? ആഗിസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാർ ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ അഗീസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി, എനിക്ക് ഇവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. അപ്പോ വളരെ വ്യക്തമായി അദ്ദേഹം വിശദീകരിച്ചു ഹാജറ സംഭവം. ഒരു ശബ്ദം കേട്ടു, സഫാ മറുവക്കടയിലുള്ള ഓടി 7ാമത് മറുവയിലെത്തി, ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ജിബ്രീലിന്റെ ശബ്ദമാണ് കേട്ടത്.
അപ്പൊ അഗീസ് നീ എന്നെ സഹായിക്കോ എന്ന് ചോദിച്ചു. അത് യാ ഇബാദല്ലാഹുമായിട്ട് എന്താ ബന്ധം? കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നു, എന്നിട്ട് സഹായം ചോദിച്ചു. ഇത് സുഹൃത്തുക്കളെ, ഇത് അബ്ദുറഹ്മാൻ സലഫിയുടെ പോക്കറ്റിൽ നടത്ത സ്വന്തം വിശദീകരണമല്ല. ഇതെല്ലാം സലഫി പണ്ഡിതന്മാർ മുമ്പേ പറഞ്ഞു പോരുന്ന വിശദീകരണമാണ്. ഹാജറ സംഭവം യാ ഇബാദല്ലാഹുമായി കൂട്ടി പറയുന്നത് അനസ് മൗലവിയും ചെയ്തിട്ടുണ്ട്. ഷൗക്കാനി ചോദിച്ചു, അല്ല മൂസ മുസ്ലിയാർ ചോദിച്ചു, നിങ്ങൾ ഷൗക്കാനി പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണിൽ കാണാത്തവരോട് സഹായം ചോദിക്കാം എന്ന് ഷൗക്കാനി പറഞ്ഞതായിട്ട് തുഹഫത്തു ദാഖിരിയിലുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ ഷൗക്കാനി മുശ്രിക്കാണോ? ചോദ്യം കുറെ ക്ലിപ്പുള്ളത് കൊണ്ട് മുസ്ലിയാരുടെ ചോദ്യം നമ്മൾ തൽക്കാലം ഒഴിവാക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിയാരുടെ ചോദ്യം എന്തിനാ? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഷൗക്കാനി അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്തുകയാണ് മുസ്ലിയാരുടെ ഉദ്ദേശം. ഷൗക്കാനിയെ സംബന്ധിച്ചിടത്തോളം യാ ഇബാദല്ലാഹി ഇഹ്ബിസു എന്ന ഹദീസ് അദ്ദേഹം സഹീഹാണ് എന്ന നിലക്കാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ മുമ്പൊക്കെ കൊടുക്കുന്ന മറുപടി എന്താ? ഹദീസ് ദുർബലമാണ്, സഹീഹാണെന്ന നിലക്കാണ് ഷൗക്കാനി പറഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിഗമനം ശരിയല്ല. ഇനി സഹീഹാണെങ്കിൽ തന്നെ അവിടെ ജായിസാണെന്ന് ഷൗക്കാനി പറഞ്ഞത് നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അല്ല മുസ്ലിയാര്, നിങ്ങൾക്കതിൽ തെളിവില്ല എന്നാണ്. എന്നാൽ അതിനു പകരം അനസ് മുസ്ലിയാര് മലക്കിനോടുള്ള ചോദ്യത്തെ തന്നെ ജായിസാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതിലെന്താ തെറ്റെന്നാ ചോദിച്ചേ. എന്നിട്ട് ഇവിടെ അദ്ദേഹം ന്യായീകരിച്ച ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് അദ്ദേഹം ന്യായീകരിക്കാണ്. അത് ശിർക്കല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മലക്കാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ചോദിക്കാം, ചോദിച്ചാൽ കുഴപ്പമില്ല എന്നു പറഞ്ഞിട്ട് അത് ശിർക്കല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? എന്നാൽ കേട്ടോളൂ അദ്ദേഹത്തിന്റെ ആറ്റിങ്ങൽ മറുപടി. അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശിർക്കാണ്, കുഫ്രാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ഷൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ഷൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത്, മോളെ ആ ഷോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്നറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? തെറ്റല്ല, കുറ്റകരമല്ല, തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് മനുഷ്യരെ ഉദ്ദേശിച്ചാണെന്നാണ് മൂപ്പര് പറഞ്ഞ. ആദ്യം കുളിമുറിയും സോപ്പും ഭാര്യയും ഒക്കെ പറഞ്ഞത് കാണാത്ത മനുഷ്യരോട്, അവിടെ ഉണ്ടെന്ന് വിചാരിച്ച മതിലിനപ്പുറത്ത് വൈദ്യശേഖ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വിളിക്കാം. എന്നാൽ മലക്കിന്റെ കാര്യം മൂപ്പര് പറഞ്ഞു. പിന്നീട് ഷാജി ഫോൺ ചെയ്തു, അല്ലേ? ഫോൺ ക്ലിപ്പ് നമുക്ക് വിടാൻ സമയമല്ല. എന്താ? അല്ല ഉസ്താദെ, മലക്കിനെ നമ്മൾ കാണുന്നില്ലല്ലോ. കാണുന്നില്ല, ശബ്ദം കേട്ട് സാന്നിധ്യം ഉറപ്പിച്ചാൽ മതി. അപ്പൊ പിന്നെ മലക്ക് പോലെ തന്നെയല്ലേ ജിന്നും? മലക്കിനെ പോലെ തന്നെ കാണുക എന്ന കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല, അവരിങ്ങോട്ട് കാണുന്നുണ്ട്, അല്ലേ? അപ്പൊ മലക്കാകട്ടെ ജിന്നാകട്ടെ ശബ്ദം കേട്ടു എന്നിട്ട് ആളെ കാണുന്നില്ല, എന്നിട്ട് മൂപ്പരോട് പറയാ ശബ്ദം കേട്ടാ മതി, ആളെ കാണണമെന്നില്ല, ജിന്നാണെന്ന് വിചാരിച്ച് സഹായം ചോദിക്കാമെന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്.
ആരാ മനസ്സിലാക്കി കൊടുത്തത്? ഈ പ്രസംഗം കേട്ടാ എന്താ മനസ്സിലാകുക? ഒരു പ്രശ്നമില്ല. ഒരു മലക്കുണ്ട്, ശബ്ദം കേട്ട് സാന്നിധ്യം ഉറപ്പിച്ചിട്ട്, മലക്കാണെന്ന് ഉറപ്പിച്ചിട്ട്. അപ്പൊ മലക്കിന്റെ കോലത്തിൽ വന്നാൽ ഏതായാലും ഇപ്പോ ഞമ്മക്കൊന്നും മനസ്സിലാവൂല. നബിമാർക്ക് വരെ മനസ്സിലായിട്ടില്ല, മനുഷ്യരൂപത്തിൽ വന്നപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ ഒരു ജിന്നു വന്നിട്ട് പറയാ ഞാൻ മലക്കാണ്. അപ്പോഴോ എന്താണ് സോലി പറയാ? ജിന്നു വരുന്നിട്ട് പറയാലോ, ജിന്നു കാഫിർ ജിന്നു എന്തെല്ലാം അഭിനയിക്കും, ഞാൻ മലക്ക് ജിബ്രീലാണ് എന്ന് പറഞ്ഞാലോ. അപ്പൊ സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അദ്ദേഹത്തിന് അവിടെ അബദ്ധം പറ്റി. അത് സമ്മതിക്കാൻ അദ്ദേഹത്തിന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. ഹാജറ സംഭവം നമ്മൾ പറഞ്ഞ എന്തിനാ? അതിൽ ശിർക്കില്ല എന്ന് വ്യക്തന ഇവിടെ ചോദിക്കുന്നത്. KJ ഫത്വയ്ക്കെതിൽ ഒരു ഹദീസ് ഉണ്ടോ? അതിന്റെ ഏറ്റവും വലിയ ഹദീസ് ഹാജറ സംഭവം. എന്ത് ചോദിച്ചാലും ശിർക്കാണെന്നല്ലേ. അപ്പൊ ഹാജറ സംഭവത്തിൽ ശിർക്കില്ല എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മാതൃകയാക്കിയിട്ടില്ല. അദ്ദേഹം അനസ്മോലി പറയേണ്ടത് എന്താ? നമ്മുടെ ശരീഅത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജറ സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂല് മലക്കിനോടോ ജിന്നിനോടോ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. ഉണ്ടോ? ഭൗതികമോ അഭൗതികമോ, കഴിവിൽപ്പെട്ടതോ കഴിവിൽപ്പെടാത്തതോ, ശബ്ദം കേട്ടാലോ ശബ്ദം കേട്ടില്ലെങ്കിലോ, ഹാജറായാലോ ഹാജറായില്ലെങ്കിലോ മലക്കിനോടോ ജിന്നിനോടോ ഒരു സഹായം ചോദിക്കാൻ പാടില്ല. അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്. അതിനല്ലത് ഹറാമാണ്. ചോദിക്കപ്പെടുന്ന കാര്യം അള്ളാഹിനോട് മാത്രം ചോദിക്കുന്നതാണോ എങ്കിൽ ശിർക്കുമാണ്, കുഫറുമാണ്. ഇതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ മുസ്ലിയാരെ, നിങ്ങൾ ആവശ്യപ്പെട്ടതായിന്ന് ഷൗക്കാനിന്റെ കിട്ടൂല. ഷൗക്കാനി ജായിസാണെന്ന് പറഞ്ഞത് നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാഥയുമല്ല. ഇത് പറയുന്നതിന് പകരം മൂപ്പര് നീട്ടി വലിച്ചിട്ട് ആറ്റിങ്ങൽ വെച്ച് പറഞ്ഞു, കുഴപ്പമില്ല, തർക്കിക്കേണ്ട കാര്യമില്ല എന്ന്. ഇനി നിങ്ങൾ നോക്ക്, ശിർക്ക് തേട്ടമുണ്ടോ എന്നും തിരുവനന്തപുരത്തുകാർ ചോദിച്ചു. തിരുവനന്തപുരത്തെ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ശിർക്ക് വല്ല തേട്ടമുണ്ടോ? അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു. പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? ഇപ്പോഴത്തെ 2012 തൗഹീദ് അനുസരിച്ച് എന്താ പറയണത്? ഷിർക്കാകാത്ത ഒരു തേട്ടമല്ല, എന്ത് തേടിയാലും ഷിർക്കാണ്. ഖലാസ്. അടുത്ത ചോദ്യം ചോദിച്ചോന്ന് പറയണ്ടേ? മൂപ്പര് വിശദീകരിക്കാൻ നിൽക്കുക. എന്നിട്ട് പറയാം മാറ്റം വന്നിട്ടില്ല. നമുക്കൊരു മടവൂരോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ല തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ഖുർആൻ സുന്നത്ത പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ മടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയണത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായം തേട്ട് അങ്ങനെ ഉണ്ടോന്നാ? ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായം തേട്ട് ഉണ്ടോന്നാ? അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയാം. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. കണ്ടോ? അപ്പൊ ശിർക്കാകാത്ത തേട്ടം ഉപരി വിശദീകരിച്ചു കൊടുക്കാണ്. ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകാത്ത തേട്ടമാണ്. അത് നിങ്ങളെ മടവൂരിയുടെ കിതാബിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ മറുപടി. ഇനി അടുത്ത കേട്ടോളൂ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. കണ്ടോ? ഒരു ജിന്ന് ഇവിടെ വരികയാണ് ഏതെങ്കിലും രൂപത്തിൽ, നായിന്റെ രൂപത്തിൽ. അപ്പോ ഓരോ പ്രബന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്, KJനടുത്ത പ്രബന്ധത്തിൽ കറുത്ത പട്ടിയുടെ രൂപത്തിൽ വരും, കറുത്ത പൂച്ചന്റെ രൂപത്തിൽ വരും, പാമ്പിന്റെ രൂപത്തിൽ വരും, നായിന്റെ രൂപത്തിൽ പല രൂപത്തിലും വരും, മനുഷ്യന്റെ രൂപത്തിലും വരും. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ വന്നു. അനസ് മൗലിക്ക് ആ രൂപം മാറി വന്ന ജിന്നിനെ കാണാം. അപ്പൊ ഉപരി ചോദിക്കാൻ, എന്താ ജിന്നെ സുഖാണോ, എവിടുന്നാ വരുന്നേ, ചായ വേണോ എന്നൊക്കെ ചോദിച്ചാൽ
അത് ശിർക്കല്ല. അപ്പൊ ജിന്ന് അങ്ങനെ വന്നാൽ ഇന്ന് മനസ്സിലാകണമെങ്കിൽ വഹ്യ് വേണമെന്നാ പറയണത്. രൂപം മാറി വരുമൊന്നും വേണ്ട. റുഖിയ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് രോഗം ബാധിച്ചു, പിശാച് ബാധയോ സീർബാധയാണോ എന്ന് സംശയിച്ചു. അപ്പൊ ഇയാൾക്ക് ജിന്നുബാധയാണ് എന്ന് പറയണമെങ്കിൽ തന്നെ എന്ത് വേണം? വഹ്യ് വേണമെന്നാണ്. മനസ്സുമൊളിക്ക് വഹ്യുള്ള കാലാണ് 2009 പറഞ്ഞ അന്ന് പറഞ്ഞതാ. നോക്കണം നിങ്ങള്, ജിന്ന് വരും, ജിന്നെ എന്താ സുഖാണോ എന്നൊക്കെ ചോദിക്കാൻ. ഇനി ഉപരി സുലൈമാൻ നബിയിലേക്ക് കിടക്കാം, കേട്ടോളൂ. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ? അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല, ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. അപ്പൊ സുലൈമാൻ നബി സംസാരിച്ചതും പണിയെടുപ്പിച്ചതൊന്നും ശിർക്കല്ല. സുലൈമാൻ നബി അവരോട് എന്തോ ചോദിച്ചണോ, തേടിയണോ? ഇല്ലല്ലോ, പണിയെടുപ്പിക്കല്ലേ, നിങ്ങൾ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞണോ? അല്ല, അതുകൂടി മൂപ്പർ എന്താക്കാണ്? ശിർക്കാകാത്ത തേട്ടത്തിന് തെളിവ് പറയാണ്. ഇനി എപ്പോഴാ ശിർക്കാകുക? പ്രാർത്ഥന ആയാലേ ശിർക്കാകുള്ളൂ. അതടുത്ത് ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസം നീക്കി തരണേ, ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കൊടും പാപമാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇൻ തദ്ഉഹും. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം, ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മലക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ആ പ്രാർത്ഥന അവരിലേക്ക് തിരിച്ചാൽ ഒരിക്കലും ഉത്തരം തരില്ല. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല. പ്രാർത്ഥനാ ഭാവമുള്ള ഒരു തീട്ടവും ജിന്നിനോടല്ല, മലക്കിനോടല്ല, മനുഷ്യരോടല്ല, ഒരാളോടും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരും ഉത്തരം തരില്ല. ജിന്ന് തരില്ല, മലക്ക് തരില്ല, അതുപോലെ തന്നെ മനുഷ്യൻ തരില്ല, പ്രവാചകന്മാർ തരില്ല, ആരും തരില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടവൂരികളാണ്. ഇത് ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറയുന്നവരുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പറ്റുള്ളൂ. ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അവരെ കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ഘട്ടം ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അഭൗതികമായ മാർഗത്തിൽ ഒരാളോടും തേടാൻ പാടില്ല, ജിന്നിനോടും പാടില്ല. ആ അഭൗതികമായ മാർഗത്തിൽ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, കുഫ്റാണ്, യാതൊരുവിധ സംശയവുമില്ല. അപ്പോ നമ്മളുമായി സംവദിക്കുന്ന ഒരു ഘട്ടം വന്നു, നമ്മുടെ മുമ്പിൽ വന്നു നിന്നു എങ്കിൽ അത് അവരോട് സംസാരിക്കാം, ചോദിക്കാം. അത് തെറ്റല്ല, കുറ്റകരമല്ല എന്നാ മൂപ്പര് പറയുന്നത്. യഥാർത്ഥത്തിൽ ശിർക്കാകാത്ത തേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ശിർക്കാവുകയില്ലെങ്കിലും എന്തു ചോദിച്ചാലും അതെന്താണ്? ശിർക്കിലേക്കുള്ള മാർഗമാണ്, വസീലയാണ്, അതുകൊണ്ട് തന്നെ ഹറാമുമാണ്. അത് മൂപ്പര് പറഞ്ഞോ? ഇല്ല, അത് പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. പ്രാർത്ഥന ശിർക്കാകുമെന്ന് പറഞ്ഞു. പ്രാർത്ഥന അല്ലാത്ത സഹായതേട്ടം കുഴപ്പമില്ല എന്നിടത്തേക്കാണ് മൂപ്പരെത്തിച്ചത്. അങ്ങനെയാണോ? ഇന്നിപ്പോ നമ്മള് പറയുന്നു അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്, അതിനാൽ അത് ഹറാമുമാണ്. ചില ആൾ ചോദിക്കും, എങ്ങനെയാ ഹറാമായത്? ശിർക്കിലേക്കുള്ള മാർഗമായതുകൊണ്ട് തന്നെ. എങ്ങനെ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള മാർഗമാകുന്നത്? ജിന്ന് എന്ന് പറഞ്ഞാൽ അത് കാഫിറുണ്ടാവും, മുഅ്മിനുണ്ടാവും. കാഫിർ ജിന്ന് എന്ന് പറഞ്ഞാൽ ശൈത്താനാണ്. ഈ ശൈത്താൻ ചിലപ്പോ ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞിട്ട് സഹായവുമായിട്ട് വരും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവനെ ശിർക്കിലും കുഫറിലും വലാലത്തിലും ഒക്കെ പെടുത്തും. അങ്ങനെ സാധ്യതയുള്ളത് കൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കുക എന്ന ആ വാതിൽ തന്നെ അടക്കേണ്ടതാണ്. ഒരു സഹായവും ചോദിക്കാൻ പാടില്ല, ഭൗതികവും പാടില്ല, അഭൗതികവും പാടില്ല, കയ്യിൽ പെട്ടതും പാടില്ല, പെടാത്തതും പാടില്ല, ഹാദിർ ജിന്നിനോടും പാടില്ല, ഗായിബ് ജിന്നിനോടും പാടില്ല. ഇതാണ് നമ്മുടെ ആദർശം, ഇതാണ് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശം. കാരണം അത് ശിർക്കിലേക്കുള്ള വഴിയാണ്.
ശിർക്കിൽ എത്തിപ്പെടുന്ന വഴിയാണത്. അതുകൊണ്ട് അത് ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയുണ്ട്, ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം ഒരു മുഅ്മിൻ ചെയ്യാൻ മുതിരുകയില്ല. ഇതാണ് വാസ്തവത്തിലുള്ളത്. പിന്നെ എന്താണ് വിജനപ്രദേശത്ത് വെച്ചാൽ നമ്മൾ എന്തു ചെയ്യണം? യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കണോ? പാടില്ല, യാ അല്ലാഹ് എന്നാ വിളിക്കേണ്ടത്. ഇവിടെ ഒരു നോട്ടീസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, ശിർക്കാരോപകരോട് എനിക്ക് പറയാനുള്ളത് എന്ന പേരിൽ ഒരു നോട്ടീസ് ഞാൻ പ്രസിദ്ധീകരിച്ചത് ഒരു പക്ഷെ നിങ്ങൾ കണ്ടു കാണും. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വിജനസ്ഥലത്താകട്ടെ ജനസ്ഥലത്താകട്ടെ അല്ലാഹനെയാണ് വിളിക്കേണ്ടത്. ഒരു മരുഭൂമിയിൽ അകപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. ഒരാൾ വന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ മുഹമ്മദ്? അതെ. എന്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? ഏകനായ അള്ളാഹുവിലേക്ക്. എന്നിട്ട് റസൂൽ അയാൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ അള്ളാഹു എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് ദുരിതമുണ്ടായാലും ആ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിന്റെ ദുരിതം നീക്കിത്തരും. മാത്രമല്ല നീ ആ റബ്ബിനോട് പ്രാർത്ഥിച്ചു നിനക്ക് വരൾച്ചയുള്ള ഒരു ഘട്ടത്തിൽ, എന്നാൽ അവൻ നിനക്ക് സമൃദ്ധമായി ചെടികൾ മുളപ്പിച്ചു തരും. എന്ന് മാത്രമല്ല നീ ഒരു വിജനമായ സ്ഥലത്ത്, ആളില്ലാത്ത സ്ഥലത്തെത്തി, അങ്ങനെ നീ വഴിതെറ്റിയാൽ എന്നിട്ട് നീ അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിനക്ക് റദ്ദ അലൈക, നിന്നെ വഴിയിൽ എത്തിച്ചു തരും. നിന്നെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ വാഹനമൃഗത്തെ തിരിച്ചു തരും. അപ്പോൾ ആ വ്യക്തി അത് കേട്ട് മുസ്ലിമായി. ഇതാണ് നമ്മൾക്ക് പറയാനുള്ളത്. യാ അല്ലാഹ് എന്നാ വിളിക്കേണ്ടത്, യാ ഇബാദല്ലാഹ് എന്നല്ല. ഏത് വിജന സ്ഥലത്ത് ചെന്നാലും യാ അല്ലാഹ്, മണ്ടിയേരിയോ എന്നല്ല വിളിക്കേണ്ടത്. പിന്നെയോ യാ അല്ലാഹ്, യാ കരീം, യാ റഹ്മാൻ, യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ല. എന്താ കാരണം? ഹദീസ് ലഈഫാണ്. ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ എന്താ? ഹറാമാണ്. ഇത് പറയുന്നതിനൊക്കെ അത്ര വലിയ പ്രയാസമുണ്ടോ? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പറഞ്ഞു പോന്നിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷെ ആ പറഞ്ഞ വിളിയിൽ, ഇബാദല്ലാഹ് എന്ന വിളിയിൽ ശിർക്കില്ല. എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശിർക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കാന്നാണോ? പാടില്ല, ഒരു സന്ദർഭത്തിലും വിളിക്കാൻ പാടില്ല. ലൈസ ഹുവ മിൻ ജിൻസിൽ ഇസ്തിആനത്തി ശിർകിയ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങളിൽ നാം സഹായം ചോദിക്കാറുണ്ട്. അത് ശിർക്കിയായ സഹായതട്ടമാണ്. അത് ഇതിൽ ഇല്ല. പിന്നെയോ ബൽ ഹുവ മിൻ ജിൻസിൽ അസ്ബാബിൽ ആദിയ, ഇത് സാധാരണ കാര്യകാരണ ബന്ധങ്ങൾ അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിക്കലാണ്. ലിഅന്നഹും ഹാളിറൂൻ, അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള മലക്കുകൾ അല്ലെങ്കിൽ മുസ്ലിം ജിന്നുകൾ അവരവിടെ ഹാജരുള്ളവരാണ്. ഫഖാതബഹും മിൻ ജിൻസി ഖിതാബിൽ ഹയ്യിൽ ഹാലിരി, അതുകൊണ്ട് ജീവനുള്ളവരോട് അവിടെ പ്രസന്റായ ആളുകളോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ? പണ്ഡിതന്മാര് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ഇത് തെളിവാക്കുന്നത്. അപ്പൊ അവരോട് പറയാണ്, ഇത് മരിച്ചവരോടുള്ള വിളിയല്ല, ജീവനുള്ളവരോടുള്ള വിളിയാണ്. ഗായിബീങ്ങൾ എവിടെയോ മറഞ്ഞവരോടുള്ള വിളിയല്ല, അവിടെ ഹാദിറുള്ളവരോടുള്ള വിളിയാണ്. ആർക്ക് കഴിയാത്ത കാര്യം അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല, അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 വിശദീകരണം ഈ ഹദീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10-13 നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇക്കഴിഞ്ഞ 300 കൊല്ലത്തിനിടയ്ക്ക് ഇറങ്ങിയ എത്രയോ ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മുടെ കൈകളിൽ ലഭിച്ചിട്ടുണ്ട്. ഈ സൂഫികൾ ഇത് തെളിവാക്കിയപ്പോൾ അതിന് കൊടുത്ത മറുപടി, അതിലൊക്കെ സുഹൃത്തുക്കളെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഹദീസിനെ സംബന്ധിച്ച്, യാ ഇബാദല്ലാഹ് യഹ്ബിസു എന്ന ഹദീസിനെ പറ്റി ചോദിച്ചു. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? കേട്ടോളൂ. അൽ ജവാബ് മഹല്ലു നളറിൻ ഫീ സിഹതി, ഈ ഹദീസ് സഹീഹാണോ എന്ന കാര്യം അത് ചിന്തിക്കേണ്ടതുണ്ട്. സഹീഹാകാൻ വഴിയില്ല. വഖദ് യകൂനു മിനൽ മലായിക, ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശം മലക്കുകളായേക്കാം. വമിൻ മുഅ്മിനി അൽ ജിൻ, മുസ്ലിം ജിന്നുകളായേക്കാം. വഹാഉലായി ഹാളിറൂൻ, അവരവിടെ പ്രസന്റ് ആയിട്ട് സന്നിഹിതരായിട്ടുള്ളവരാണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, എവിടെയോ മറഞ്ഞിരിക്കുന്നവരോടുള്ള പ്രാർത്ഥനയല്ല അത്. ഇവിടെ ലജ്നാ ദായിമയുടെ ഫത്വ വായിച്ച് ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചു. ലജ്നാ ദായിമയുടെ റഈസാണ് ആര്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹമാണ് പറയുന്നത് ഇബാദല്ലാഹ് എന്ന വിളിയിൽ ശിർക്കില്ല. കാരണം അത് ഗായിബിനോടുള്ള പ്രാർത്ഥന